കൂടിയാണ്. കണ്ടില്ല, എനിക്ക് പോലും പിടിച്ചാൽ പിടിപറ്റാത്ത ഒരു 2 ടൈപ്പ് തേക്കുകളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് സിറ്റിക്കുള്ളിൽ ഒരു വീടും ഒരു അല്പം കൃഷി സ്ഥലവും ആഗ്രഹിക്കുന്നവർക്കുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം പട്ടം മരപ്പാലം TK ദിവാർ റോഡ് മുട്ട റോഡിൽ നിന്നും വെറും 200 മീറ്റർ മാറി 9 സെന്റിലായിട്ട് 2200 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ വിശേഷങ്ങളിൽ ഇപ്പോൾ അപ്പൊ മെയിൻ റോഡിൽ നിന്ന് ഇവിടേക്ക് വരാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെറും 200 മീറ്റർ ആണ്. ഇതിലേക്ക് വരാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പട്ടം ജംഗ്ഷനിൽ നിന്നും ഒരു 1.25 കിലോമീറ്റർ, മരപ്പാലത്ത് നിന്നും 1 കിലോമീറ്റർ, മുട്ടയിൽ നിന്ന് 800 മീറ്റർ ആണ് ഇതിലേക്ക് വരാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്റെ ഈ കാണുന്ന 9 സെന്റ് സ്ഥലവും ഈ 2100 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. നമുക്ക് ധാരാളം മരങ്ങളുണ്ട്, ഒരുവിധപ്പെട്ട ഫലവൃക്ഷ തൈകളെല്ലാം തന്നെ ഉണ്ട്. 4-5 മൂട് തെങ്ങുണ്ട്. നമുക്ക് ഏകദേശം ഇനി ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന 2 വലിപ്പമുള്ള 2 മൂട് തേക്ക് മരങ്ങളോട് കൂടിയിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്കുള്ളത്. അപ്പൊ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാർ പാർക്കിന്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല. നമുക്കത് ആ സൈഡിലേക്ക് വേണമെങ്കിൽ കുറച്ച് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2-3 കാർ പാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു 4-5 കാർ പാർക്കിംഗ് നമുക്ക് വരിയായി ഇടാൻ പറ്റും. നമുക്ക് കാർ പോർട്സിനകത്തേക്ക് ഏകദേശം ഏതൊരു SUV ടൈപ്പ് വണ്ടി വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇടാൻ പറ്റും. അപ്പൊ കാർ പാർക്കിന്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. നമുക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം നല്ല ഒരു വലിപ്പമുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട് കൂടിയാണ്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹോൾ ഏരിയ ആണ് കേട്ടോ. ഇത് പഴയകാല ചുടുകല്ലും മണലിന്റെ ഒക്കെ ഒരു ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അധികം മെയിൻ്റെനൻസ് ഒന്നുമില്ല. എന്നാലും ചെറിയ മെയിൻ്റെനൻസ് ചെയ്താൽ നമുക്ക് ഏകദേശം എത്ര വർഷം വേണോ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ഷന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ഞാൻ മുൻകാലങ്ങളിൽ പറയുമ്പോൾ തന്നെ പഴയ ഒരു വീട് ഏകദേശം ഒരു 15 to 20 വർഷമാണ്, 20-22 വർഷമാണ് ഇതിന്റെ പഴക്കം എന്ന് പറയുന്നത്. പക്ഷെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വേറെ യാതൊരു പ്രോബ്ലംസ് ഇല്ല. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അത്രയും ഹൈ ക്വാളിറ്റി ആയിട്ട് ഇപ്പോഴും ബിൽഡ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വീട് കൂടിയാണ്. അകത്തേക്ക് കയറുമ്പോൾ ഹോൾ ഏരിയ ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത് ധാരാളമായിട്ടുള്ള നല്ല ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ ആണ്. അതല്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹോൾ ഏരിയ. നമുക്ക് ആ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡൈനിങ്ങും ഹോൾ ഏരിയയും ഒക്കെ നല്ല ഡിഫറൻസ്, അതായത് വിശാലമായിട്ടുള്ള ഒരു ഹോൾ ഏരിയ തന്നെയാണുള്ളത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ സ്പേഷ്യസിന്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അത് നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടില്ലേ, വിശാലമായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഡ്രസ്സിംഗ് റൂമായിട്ട് കൺവെർട്ട് ചെയ്തുകൊണ്ട് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് ഒരു റിനോവേഷൻ ചെയ്ത് താമസിക്കുന്നവർക്കോ റെന്റ് ഔട്ട് ചെയ്യുന്നവർക്കോ എന്തുകൊണ്ട് ധൈര്യമായി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ്. അല്പം കുറച്ചൊക്കെ മെയിൻ്റെനൻസ് ഉണ്ട് എങ്കിൽ കൂടി വീടിന് അധികം വിലയൊന്നും ഇടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി എന്ന തരത്തിലേക്ക് തന്നെ കാറ്റഗറി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ താഴത്തെ ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന കാറ്റഗറി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം കൂടിയാണ്. ഇതാ കണ്ടില്ലേ, നമുക്ക് 2 ബെഡാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. എന്നാലും നല്ല സ്പേഷ്യസ് ഉണ്ട്. ഇവിടെ നമുക്ക് ബാക്കിലത്തെ അലമാരയ്ക്ക് പുറമെയാണ് ഒരു അലമാര വെച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും അത്യാവശ്യം സ്പേസസ് ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ രീതിയിലൊക്കെ നമുക്ക് കൺവെർട്ട് ചെയ്തെടുക്കാനൊക്കെ ആണെങ്കിൽ ഇതിനെയൊക്കെ നല്ല മോഡേൺ ആക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് 2ാമത്തെ ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത്. ബാത്റൂം സൈസും ഒക്കെ എന്നാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു ബാത്റൂമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല വൈഡ് ആയിട്ടുള്ള ഹോൾ ഏരിയ കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലും കൺവെർട്ട് ചെയ്ത് നമുക്ക് റിനോവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഡൈനിങ് ഏരിയ ഉണ്ടല്ലോ, അതായത് എത്രയോ ചെയർ, ഇതായപ്പോൾ 2, 4, 6, 8 പേർക്ക് നല്ല രീതിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്കും പുറമേ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കിച്ചണിലേക്ക് കയറുമ്പോൾ കിച്ചന്റെ സ്പേഷ്യസിന്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല എന്നുള്ളതാണ്. ഇതാ കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ. ഇതിന്റെ ഏകദേശം നമുക്ക് ഈ സൈഡിലെ സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെയാണ് നല്ല അലുമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്തിട്ടുള്ളത്. ഇത് റിനോവേഷൻ ചെയ്ത് റെന്റ് കൊടുക്കുന്നവർക്ക് ഇതിന് റിനോവേഷന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് താമസിക്കണം, പുതിയൊരു മോഡലൊക്കെ ആക്കി എടുക്കുന്നവർക്ക് എന്തുകൊണ്ടും ലോ കോസ്റ്റ് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വീടാണ് കേട്ടോ. ഇതെല്ലാം തന്നെ പുതുതായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം പുതുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടൈലിന്റെ ഒക്കെ ഇന്നത്തെ ഒരു പാറ്റേൺ ഒക്കെ മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇന്നത്തെ കളർ പാറ്റേൺ ഒക്കെ മാറ്റുന്ന ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വീട്. നമുക്ക് കിച്ചണിൽ നിന്നും ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഫ്രിഡ്ജിനൊക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകൾ തന്നെ ഈ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ വർക്ക് ഏരിയ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വർക്ക് ഏരിയ നല്ല രീതിയിലുള്ള സ്പേഷ്യസ്. ആ വർക്ക് ഏരിയയിലും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ആ രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള, അതിനെ നമുക്കൊരു സെർവന്റ് ബാത്റൂമായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഓപ്ഷൻസ് കൊണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ വലിപ്പമുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ്. ഇതിന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാൻ പറ്റും. ഞാൻ കാണിക്കാം, വിഷ്വൽസ് കാണിക്കാം. പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല സ്പേഷ്യസ് ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് ഒരു പിന്നെ ബാത്റൂം, ഒരു പുറത്തൊരു ബാത്റൂം ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുമ്പോഴത്തേക്ക് 2 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മാസ്റ്റർ ബെഡ്റൂമും ഒരു മീഡിയം ടൈപ്പ് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്ത് മുകളിലേക്ക് വരുന്ന സ്റ്റെയർകേസ് കംപ്ലീറ്റ് തന്നെ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റ് ടൈപ്സിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ നന്നായിട്ടുണ്ട്. ഹാൻഡിൽ കംപ്ലീറ്റ് തേക്കിൻ തൈലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ആർക്കിടെക്ട് മോഡലാണ് കേട്ടോ ഈ വീട്. ഇതാ കണ്ടില്ലേ,
നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഏകദേശം താഴത്തുള്ള നല്ല വിസിറ്റേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആർട്ടിടെക്, പഴയ ഒരു ആർട്ടിടെക് മോഡലാണ്. അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റി ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്ത രീതിയിലേക്കുള്ള ഒരു വലിപ്പമുള്ള വീടാണ്. നമുക്ക് ഇവിടെ ഒരു നല്ല വിശാലമായിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ല അതിവിശാലമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം, താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ സൈസിലേക്കുള്ള നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പഴയകാല AC കണ്ടില്ല, അന്നത്തെ കാലത്തേക്കുള്ള ഒരു മോഡൽ AC ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഇപ്പം ഓൾമോസ്റ്റ് വർക്ക് ചെയ്യുന്നുള്ളതൊക്കെ കണ്ടറിയണം. പക്ഷേ നമുക്ക് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് ഡ്രസ്സിംഗ് റൂം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇത് പുറത്തു നിന്നും അകത്തു നിന്നും ഈ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറാനായിട്ടുള്ള ഒരു വാതിലും കൂടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ 2 സൈഡിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇതിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. അപ്പൊ മുകളിൽ നിലവിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസ് ആണ്. ഇത് അവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പഴയ കാലത്ത് ആ രീതിയിലേക്കുള്ള കൺസ്ട്രക്ഷനിലാണ് ചെയ്തിട്ടുള്ളതെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ബെഡ്റൂമിന് ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് ഒരു നല്ല ഒരു വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീടുകളിൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബാൽക്കണി ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 ബെഡ്റൂം അല്ലെ 6 ബെഡ്റൂം ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഉള്ള ഒരു ഓപ്ഷൻ ഈ വീട്ടിലേക്ക് ഉണ്ട്. നമുക്ക് ഈ സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ വിശാലമായിട്ടുള്ള മുകളിലത്തേക്ക് ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ സൈഡിലേക്ക് വേണമെങ്കിൽ നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം സൈസ് കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിനെ വെല്ലുന്ന രീതിയിലേക്കുള്ള 2 ബെഡ്റൂം കൂടെ പണിയാനുള്ള ഓപ്ഷൻസ്. അപ്പൊ ഈ റെന്റോട്ടൊക്കെ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം വെച്ചാൽ 2 ഫ്ലോർ ആയിട്ട് നമുക്ക് ഏകദേശം 3-6 ബെഡ്റൂം ഉള്ള വീടായിട്ട് കൊടുക്കാനൊക്കെ, നല്ല ഹോസ്റ്റൽ പർപ്പസിനെ കൊടുക്കാനായിട്ട് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻസ് കൂടിയാണ് ഈ വീട് മേടിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. മുകളിലത്തെ ഫ്ലോറിൽ തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല ഓപ്പൺ ടെറസ് ആയിട്ട് കുറെ ഏരിയ ഉണ്ട്. അത് കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെറസിന്റെ ആവശ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതൊക്കെ ആ രീതിയിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ലൊരു ഏരിയ കൂടിയാണ്. ഇത് പ്രത്യേകിച്ചും ഒരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പട്ടം മരപ്പാലം ഒക്കെ പോകുന്നതിനോ അല്ലെങ്കിൽ മുട്ടട പരുത്തിപ്പാറയൊക്കെ വീട് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ വീടാണ്. കാരണം നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ, അതുപോലെ തന്നെ ഈ വീട് ജസ്റ്റ് ഒന്ന് റിനോവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളോളം ഈട് നിൽക്കും എന്നുള്ള ഒരു ഗ്യാരണ്ടി. അതുപോലെ തന്നെ ധാരാളം മരങ്ങളുണ്ട്, ഏകദേശം 5-6 മൂട് തെങ്ങുണ്ട്. അപ്പം കുറച്ച് ഫലവൃക്ഷ തൈകളൊക്കെ ആഗ്രഹിക്കുന്നു, കുറച്ച് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, കുറച്ച് ലാൻഡ് ഏരിയ കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ധാരാളം ഫലവൃക്ഷ തൈകളൊക്കെ ഉള്ള നല്ല രീതിയിലുള്ള മണ്ണ് ഒരുപാട് ഏരിയ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. അതാ കണ്ടില്ല, എനിക്ക് പോലും പിടിച്ചാൽ പിടിപറ്റാത്ത ഒരു 2 ടൈപ്പ് തേക്കുകളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് അടുത്ത് വീടൊക്കെ വെക്കുന്നവർക്കോ അല്ലെങ്കിൽ നല്ല രീതിയിലേക്കുള്ള നമുക്ക് ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള 2 മരങ്ങളുണ്ട്, അത് നമുക്ക് എടുക്കാം. ഏകദേശം 4-5 മൂട് തെങ്ങുണ്ട്. നിൽക്കുന്ന കണ്ടോ, തേക്ക് മരം കണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല രീതിയിലുള്ള മുറ്റി നിൽക്കുന്ന ഒരു തേക്ക് മരമാണ്. പട്ടം മരപ്പാലം, അതുപോലെ തന്നെ കേശവദാസപുരം, മാലാഞ്ചിറ, മണ്ണാന്തല, അതുപോലെ തന്നെ നമുക്ക് പരുത്തിപ്പാറ, അമ്പലമുക്കിന് താഴെ വൈലിക്കട, കുറവൻകോണമൊക്കെ വീട് ആഗ്രഹിക്കുന്നവർക്ക്, ധാരാളം സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യൂ പ്രോപ്പർട്ടിയാണ്. 9 സെന്റിലായിട്ട് 2200 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം കൂടി വേണമെങ്കിൽ 5-6 ബെഡ്റൂം സൈസ് ബെഡ്റൂം കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസോട് കൂടിയിട്ടുള്ള വീടാണ്. നമുക്ക് വണ്ടി വരുന്നതിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. നല്ല ഏത് കലോറിയാണ്, കരഭൂമിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ധാരാളം മരങ്ങളുണ്ടെന്നെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,70,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴേക്കാണ് നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും US ബേസ്ഡ് ആയിട്ട് വീഡിയോ കാണുന്നതിനായി കൊച്ചുകുടി പ്രോപ്പർട്ടീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.